ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഒരു നാടൻ പക്കവടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കണത്. ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ് ഈ പക്കവട. ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ വളരെ സോഫ്റ്റായ പക്കവടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. പക്കവട ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവാള, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മിയെടുക്കാം. 1-2 മിനിറ്റ് ഇങ്ങനെ തിരുമ്മിയെടുക്കുക. ഇങ്ങനെ തിരുമ്മിയെടുക്കുമ്പോൾ സവാളയൊക്കെ നന്നായി സോഫ്റ്റായി വരും. നന്നായി തിരുമ്മിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദമാവ്, 1/4 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി കേട്ടോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ കായപ്പൊടി. നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തതാണ്, എന്നാലും 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക കേട്ടോ. ഇത് കുഴച്ചെടുക്കുമ്പോൾ മാവ് ഒരുപാട് കട്ടിയാവാനും ഒരുപാട് ലൂസാവാനും പാടില്ല. ഇങ്ങനെ നുള്ളി ഇടാൻ പാകത്തിന് ഉള്ള പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഏകദേശം ഈ ഒരു ലൂസ് മതി. ഈ മാവ് കുഴച്ചെടുത്തിട്ട് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുപ്പത്ത് എണ്ണ വയ്ക്കാം. എണ്ണ ചൂടാവുന്ന അത്രയും നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് നുള്ളിയിട്ടിട്ട് പക്കവട ഉണ്ടാക്കിയെടുക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇത് കുറേശ്ശെ ഇങ്ങനെ നുള്ളിയിട്ട് ഉണ്ടാക്കാം. ഇതിനിങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല കേട്ടോ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നുള്ളിയിടാം. ഒരു വശം മൂത്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിടാം. ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് 1-2 തവണ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇത് നന്നായി മൂത്ത് വന്നു. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള മാവിനും പക്കവട ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി മൂത്തു. ഇനി കോരിയെടുക്കാം. അങ്ങനെ എല്ലാ പക്കവടയും ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.